സമാധി അടഞ്ഞ് എത്രയോ കാലത്തിന് ശേഷമാണ് പല ദിവ്യന്മാരും നമ്മുടെ നാട്ടിൽ വാഴ്ത്തപ്പെട്ടവരാകുന്നത്. എന്നാൽ ഇവിടെ നെയ്യാറ്റിങ്കര ആറാലുംമൂട്ടിലെ ഗോപൻ സ്വാമി സമാധി ഇരുന്നപ്പോഴേ അപ്പോൾ തന്നെ കേരളം മൊത്തത്തിൽ പ്രശസ്തനായി. മറ്റൊരു ദിവ്യനും കിട്ടാത്ത ഒരു അനുഗ്രഹം. ഇനിയിപ്പോൾ ദിവ്യൻ്റെ അത്ഭുതസിദ്ധികൾ ഓരോരോന്നായി മക്കൾ പുറത്തുവിടുന്നതോടെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകും. എത്ര സിദ്ധി കയ്യിലുണ്ടെങ്കിലും ഗോപൻ സ്വാമി അവസാന കാലത്ത് പ്രമേഹത്തിനും വാർദ്ധക്യകാല രോഗങ്ങൾക്കുമൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കിടപ്പ് രോഗിയായിരുന്നെങ്കിലും എഴുന്നേറ്റ് നടക്കുമെന്നും നടന്നു ചെന്ന് കല്ലറയിൽ കയറി സമാധിയായെന്നുമൊക്കെയാണ് ഭാര്യയും മക്കളും ആദ്യമൊക്കെ പറഞ്ഞത്. എന്തായാലും മരുന്ന് ചെയ്യേണ്ട ഗുണം സിദ്ധന് ചെയ്യാൻ പറ്റില്ലെന്ന് സാരം. അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് വീട്ടിന് മുന്നിൽ ഫ്ലെക്സ് വെച്ചപ്പോഴാണ് അയൽക്കാരായ പാവം നാട്ടുകാർ പോലും ആ വിവരം അറിഞ്ഞത്. സഞ്ജയനം അറിയിച്ചില്ല, 16 അറിയിച്ചില്ല. വീടിന് മുന്നിൽ സ്വന്തമായി ക്ഷേത്രമുള്ള ഗോപൻ സ്വാമിയുടെ ലക്ഷ്യം ആ ക്ഷേത്രത്തിലെ ഉഗ്ര ആരാധനാമൂർത്തിയായി മാറുക എന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ പോലീസ് വന്നു, ഡെപ്യൂട്ടി കളക്ടർ വന്നു, കേരളം മൊത്തം ഉറ്റുനോക്കി. ഇതിലും വലിയ ഉഗ്ര ആരാധനാമൂർത്തി ഇനി എങ്ങനെ ഉണ്ടാകാൻ? ഗോപൻ സ്വാമിയുടെ മൃതദേഹം എന്തായാലും നാളെ വീണ്ടും റീസമാധിക്കിരുത്തും. മതാചാര്യന്മാരെ പങ്കെടുപ്പിച്ചായിരിക്കും ആ റീസമാധി. എന്തായാലും മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. മക്കൾ ഒരു തവണ രഹസ്യമായി സമാധി ഇരുത്തിയ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ പോലീസും നാട്ടുകാരും ചേർന്നാണ് വീണ്ടും സമാധി ഇരുത്തുന്നത്. കല്ലറ പൊളിച്ച് മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് നടപടിയിൽ വിമർശനങ്ങൾ രൂക്ഷമാണ്. എങ്കിലും പോലീസ് നിലപാട് കടുപ്പിച്ചപ്പോൾ അതുവരെ പ്രതിഷേധവുമായി വന്ന VSDP അടക്കം സംഘടനാ നേതാക്കന്മാർ രംഗം വിട്ടുകഴിഞ്ഞു. കടുത്ത പ്രതിഷേധങ്ങൾ തണുത്തപ്പോഴാണ് പോലീസ് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ കല്ലറ രാഹുകാലം നോക്കി കൃത്യമായി രാവിലെ തന്നെ പൊളിച്ചു തുടങ്ങിയത്. പിന്നെ കനത്ത സുരക്ഷയിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയെങ്കിലും മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് സേഫ് സോണിലാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം. എന്ത് പറഞ്ഞാലും വിവാദമാകുമെന്ന് അവർക്കറിയാം. ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ തൽക്കാലം ക്ഷതമോ മുറിവുകളോ ഒന്നുമില്ല. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം ശാസ്ത്രീയമായി പറയാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. മരണം അസ്വാഭാവികമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നുപോലും ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നില്ല. ശ്വാസകോശത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം വരണം. കാരണം കഴുത്ത് വരെ ഭസ്മത്താൽ മൂടിയ നിലയിലായിരുന്നു സമാധി കണ്ടെത്തിയത്. അപ്പോൾ ജീവനോടെ ഗോപൻ സ്വാമി ചെന്ന സമാധി ഇരിക്കുകയാണെങ്കിൽ ഈ ഭസ്മത്തിൻ്റെ ശകലം ഉള്ളിൽ ചെന്നനെ. ഇനി ഗോപൻ സ്വാമി സ്വമേധയാ ജീവനോടെയാണ് പോയി സമാധി ഇരുന്നെങ്കിലും മക്കളും ഭാര്യയും കുടുങ്ങും ഉറപ്പ്. കാരണം അങ്ങനെയാണ് പോയിരുന്നെങ്കിൽ ഗോപൻ സ്വാമിയുടെ ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അംശങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ മക്കളും ഭാര്യയുമൊക്കെ കുടുംബങ്ങളുമൊക്കെ അഴിയെണ്ണേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഗോപൻ സ്വാമി ഒരു വലിയ ആനമണ്ടത്തരം കാണിച്ചു. ഒരു ചെറിയ വെള്ള പേപ്പറിൽ ഒരു തുണ്ട് കടലാസിൽ ഒന്ന് എഴുതി വെച്ച് ഒപ്പിട്ടാൽ മതിയായിരുന്നു, ഞാനിതാ സമാധിയാകാൻ പോകുന്നു, എൻ്റെ കുടുംബത്തെ കാത്തോണയെന്ന്. പക്ഷേ അതും പാവം ഗോപൻ സ്വാമിയുടെ ഈ വാർദ്ധക്യകാല അവശതകൾക്കിടയിൽ സാധിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. കല്ലറയിൽ കണ്ടത് ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണെന്ന് സാക്ഷികളെ ജനപ്രതിനിധികളും വ്യക്തമാക്കിയിരുന്നു. നല്ല കുന്തിരിക്കത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മണമുണ്ടെന്നായിരുന്നു ഒരു ജനപ്രതിനിധി അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഇരുത്തിയ നിലയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. മക്കൾ മൊഴി നൽകിയതുപോലെ തന്നെയായിരുന്നു ചമ്രം പണിഞ്ഞു തന്നെയാണ് ഗോപൻ സ്വാമി അതിനകത്തിരുന്നതും. പക്ഷേ തല സ്ലാബിൽ മുട്ടിയില്ലത്രേ. അത്ര കൃത്യമായി കണക്ക് അച്ഛനെ വരച്ച് അളന്ന് തൂക്കിയാണ് മക്കൾ ആ സമാധി കല്ലറ ഉണ്ടാക്കി കൊടുത്തത്. പ്രതിഷേധങ്ങളൊന്നുമില്ലാതെയാണ് കനത്ത സുരക്ഷയിലാണ് രാവിലെ കല്ലറ തുറന്നത്. കല്ലറ തുറക്കും മുമ്പ് തന്നെ സബ് കളക്ടർ ഗോപൻ സ്വാമിയുടെ കുടുംബവുമായി സംസാരിച്ചു. കല്ലറ തുറന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് നേരത്തെ ഭീഷണി മുഴക്കിയ മക്കൾ പക്ഷേ ഇത്തവണ ഒന്നും മിണ്ടിയില്ല. പണി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പേ കല്ലറ പൊളിക്കാൻ ശ്രമം നടന്നെങ്കിലും കനത്ത പ്രതിഷേധമായിരുന്നു. നാട്ടുകാർ തന്നെ 2 വിഭാഗമാകുന്ന ആ നെയ്യാറ്റിങ്കര പ്രദേശത്ത് ജാതീയമായി 2 മതവിഭാഗക്കാർ തമ്മിൽ അടിയുണ്ടാകുന്നൊരവസ്ഥ അവരെ കൊണ്ടെത്തിച്ചു ചില മതസാമുദായിക പ്രമുഖർ. ആ വീട്ടുകാരല്ല. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന കേസിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പിന്നീടാണ് കല്ലറയ്ക്കകത്തുണ്ടെന്നും അത് പൊളിച്ച് നോക്കുന്നതിൽ ഒരു തടസ്സമില്ലെന്നും കോടതി നിരീക്ഷിച്ചത്. ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ കോടതി വരെ ഇടപെട്ടിരുന്നു. നിർണായകമായ ചില ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത്. മക്കൾക്കോ അഭിഭാഷകനോ ഉത്തരമില്ലായിരുന്നു. കുടുംബത്തിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന നിഗമനത്തിലേക്ക് കോടതിക്ക് എത്തേണ്ടി വരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നും ആദ്യമേ ഹൈക്കോടതി പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞു. നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി എത്രയും പെട്ടെന്ന് ഗോപൻ സ്വാമിയുടെ സമാധി തുറന്ന് ആ പോസ്റ്റ്മോർട്ടം ചടങ്ങ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു. നിലവിൽ പോലീസ് നടത്തുന്ന അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ ഒന്നും സാധിക്കില്ലെന്ന് ഹൈക്കോടതി തുടക്കത്തിലെ വ്യക്തമായി പറഞ്ഞു. ഹർജി ഫയലിൽ സ്വീകരിച്ചെങ്കിലും അടുത്തയാഴ്ച വീണ്ടും കേൾക്കാമെന്നും പറഞ്ഞു.
എന്തിനാണ് നിങ്ങൾക്ക് പേടിയെന്നും ഹൈക്കോടതി ഹർജിക്കാരോട് ചോദിച്ചിരുന്നു. നിലവിൽ അന്വേഷണത്തിൽ കോടതി ഇടപെടേണ്ട സാഹചര്യമില്ല എന്നും കോടതി പറഞ്ഞു. അതോടെയാണ് പോലീസ് നടപടികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് തിരുവനന്തപുരം സബ് കളക്ടർ OB ആൽഫ്രഡ് നിർദ്ദേശം നൽകിയത്. എന്തായാലും ആറാലുമൂട്ടിലെ ദിവ്യനായി ഗോപൻ സ്വാമികളുടെ സമാധി മാറുമോ എന്നാണ് നാട്ടുകാർ ഉറ്റുനോക്കുന്നത്. ദിവ്യൻ്റെ സമാധി ഒന്നല്ല 2 സമാധിയാണ് ദിവ്യൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അത്ഭുത സിദ്ധിയും പറഞ്ഞ് മക്കൾ, ഭാര്യയുമൊക്കെ കുടുംബവുമൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നേക്കാം. അതും കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആറാലുമൂട്ടിലെ വിശുദ്ധരായ നാട്ടുകാർ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.